അനസ്തേഷ്യയുടെ കാര്യമേ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല അനസ്തേഷ്യ ഡോക്ടർ ആരാന്ന് നമുക്കറിയില്ല. ആരാണ് അനസ്തേഷ്യ കൊടുത്തതെന്നറിയില്ല. ഏത് ഡോക്ടറാണ് തീരുമാനിച്ചതെന്നറിയത്തില്ല. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട എന്തെങ്കിലും ലാബ് ചെക്കപ്പോ മെഡിക്കൽ ചെക്കപ്പോ അവർ ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഈ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ളത്. ജില്ലാ കളക്ടർക്ക് ഞങ്ങളൊരു പരാതി കൊടുത്തിരുന്നു. അതിന് പ്രകാരം ജില്ലാ കളക്ടർ DMOയ്ക്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ട പ്രകാരം DMO ഒരു മെഡിക്കൽ പാനലിനെ വെക്കുകയും റാന്നി മാർത്തോമ ഹോസ്പിറ്റലിലേക്ക് ആ പാനൽ വരികയും ഞങ്ങളെയും വിളിപ്പിച്ചിരുന്നു. അതിൻ്റെ മൊഴി ഞങ്ങളും കൊടുത്തു. അതെന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പോർട്ട് DMOയുടെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർ കൊടുത്തതിനകത്ത് അതിനകത്ത് പരാമർശിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് വിവരാവകാശ പ്രകാരം ഞങ്ങൾ ലഭിച്ചു. അത് വായിച്ചു നോക്കിയപ്പോൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടത് വെച്ചാൽ ഈ പ്രസ്തുത ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് ട്രാവൻകൂർ കൊച്ചിൻ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ലാബ് പരിശോധന നടത്തിയിട്ടില്ല, റിപ്പോർട്ടുകൾ അപൂർണ്ണമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡോക്ടർമാരുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത്രയായിട്ട് യാതൊരു നടപടികളും ഇതിലുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളെ കണ്ടിരുന്നു, പരാതി നൽകിയിരുന്നു. പക്ഷേ അത് സ്വകാര്യ ആശുപത്രി ആയതുകൊണ്ട് സർക്കാരിന് അതിൽ നേരിട്ട് നടപടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് മുഖാന്തരമേ ഉള്ളൂ എന്നാണ് അങ്ങനെ അറിയുന്നത്. 1.5 വർഷം കഴിഞ്ഞിട്ടും സ്വാഭാവിക നീതി നമുക്ക് ലഭിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം.